അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിക്കുകയാണോ? തീർച്ചയായും കാലത്തെ എന്താണ് കൊണ്ടുവന്നത് പറയട്ടെ. ചങ്ങനാശ്ശേരി SNDP യൂണിയൻ, തിരുവല്ല SNDP യൂണിയൻ, കോട്ടയം SNDP യൂണിയൻ, കുട്ടനാട് SNDP യൂണിയൻ, മൂവാറ്റുപുഴ, ഇങ്ങനെ നിരവധി സ്ഥലത്ത് 26 അൺഎയ്ഡഡ് കോളേജുകൾ തുടങ്ങി. ഒറ്റ എണ്ണയില്ല. എന്തുകൊണ്ടാണ് എല്ലാം ഇല്ലാതായി പോയത്? ഇതിൻ്റെ കേസ് പറഞ്ഞുതരാം. അറിയാലോ, നിയമസഭയിൽ കയറി വരവരെയുള്ള അണ്ടർവേർട്ടുണ്ട് നിയമസഭയുടെ മുകളിൽ കയറി അടിച്ചു പുള്ളി ആരുടെയൊക്കെ ചട്ടം പഠിപ്പിക്കുന്നത് കേട്ട് നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്നൊക്കെ. സത്യം പറയും, എന്തൊരു ലജ്ജാകരാണ്. ഈ പിണറായി സാറിൻ്റെ ഒരു കഷ്ടകാലം അല്ലേ. ഒരു ഒറ്റ റേഞ്ചുള്ള മന്ത്രിയെ കൂടെ ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് ഇയാളുടെ പര്യടനത്തിനും ഇയാളുടെ ആർഭാടത്തിനും വേണ്ടി ചിലവാക്കിയത്. ഇനിയിപ്പോൾ 35 വണ്ടിയും ഫയർ എഞ്ചിനൊന്നും ഇല്ലാതെ നടന്നുള്ളൂ. അത് ആത്മാഭിമാനമുള്ളവർക്ക് നാണം ഉണ്ടാവുക. അതൊരു ഈ കള്ള് കച്ചവടം, ഗുണ്ടായിസ് ഇതൊക്കെ കാണിക്കുന്നവർക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇയാൾ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു യൂണിയനിൽ 5 വർഷം 6 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങ് വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിക്കുകയാണോ? തീർച്ചയായും കാലത്തെ എന്താണ് കൊണ്ടുവന്നത് പറയട്ടെ. പിന്നെ ഇദ്ദേഹത്തിന് നേട്ടമായിട്ട് ഞാൻ പറഞ്ഞു നടക്കുന്നതെന്ന് വെച്ചാൽ അത് ഈ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തല്ലോ. അതായത് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി എടുത്ത് മാറ്റി ഹൈസ്കൂളിനോടൊപ്പം പ്ലസ് ടു കൊടുത്തു. അപ്പം അന്ന് ഹൈസ്കൂളുള്ളവർക്കെല്ലാം +2 കൊടുത്തു. മനസ്സിലായില്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അതൊരു നേട്ടമാണോ സുഹൃത്തെ? പറയൂ. ഹൈസ്കൂളുള്ളവർക്കെല്ലാം അതിനോടൊപ്പം +2 കൂടെ കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര നേട്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്. സത്യം പറഞ്ഞാൽ കഷ്ടമുണ്ട്. ഞങ്ങളെപ്പോലെ എന്നെപ്പോലുള്ള ആളുകളെ കൊണ്ട് ഇപ്പോൾ പാലാ SNDP യൂണിയൻ, തൊടുപുഴ SNDP യൂണിയൻ, കോതമംഗലം SNDP യൂണിയൻ, കടുത്തുരുത്തി SNDP യൂണിയൻ, ചങ്ങനാശ്ശേരി SNDP യൂണിയൻ, തിരുവല്ല SNDP യൂണിയൻ, കോട്ടയം SNDP യൂണിയൻ, കുട്ടനാട് SNDP യൂണിയൻ, മൂവാറ്റുപുഴ, ഇങ്ങനെ നിരവധി സ്ഥലത്ത് 26 അൺഎയ്ഡഡ് കോളേജുകൾ തുടങ്ങി. ഒറ്റ എണ്ണയില്ല. എന്തുകൊണ്ടാണ് എല്ലാം ഇല്ലാതായി പോയത്? ഇതിൻ്റെ കേസ് പറഞ്ഞുതരാം. ഇപ്പം തൊടുപുഴ SNDP യൂണിയൻ ഉദാഹരണം, ഒരു 5 ഏക്കർ സ്ഥലം എവിടുന്നേലും കഷ്ടപ്പെട്ടവർ മേടിച്ചു. അവിടെ കോളേജ് തുടങ്ങണമെന്നൊരു അപേക്ഷയൊക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് വെള്ളാപ്പള്ളി സാറിനെ ഉദ്ഘാടകരായിട്ട് ക്ഷണിക്കും. വെള്ളാപ്പള്ളി സാർ ഇപ്പോൾ തൊടുപുഴ SNDP യൂണിയൻ ചെന്നിരിക്കുകയാണെങ്കിൽ പാലായിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും ഇടുക്കി യൂണിയൻ്റെയൊക്കെ ഭാരവാഹികൾ ചിലപ്പോൾ ഒന്ന് ഇദ്ദേഹത്തെ ഫ്രണ്ടിൽ വന്നൊക്കെ കേൾക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരുടെ മുമ്പ് വെച്ച് പറയും, കണ്ടുപിടിക്കടായി പിള്ളേരെ, തൊടുപുഴയിലെ പിള്ളേരെ മിടുക്കരാണ്, അല്ലെ പാലായിലെ സന്തോഷത്തെ കണ്ടുപിടി മിടുക്കനല്ലേ, ഉണ്ടോ സ്ഥലം മേടിച്ച കണ്ട, എന്തായാലും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ മേടിച്ചതല്ലേ, നിങ്ങൾക്ക് ഞാൻ 2 കോടി രൂപ സഹായിക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജനം അങ്ങ് ഭയങ്കരമായിട്ട് കൈയടിക്കും. വെള്ളാപ്പള്ളി 2 കോടി തന്നു നമ്മളെ സഹായിച്ച് രക്ഷിക്കുമല്ലോ പറഞ്ഞ ഒന്നും മനസ്സിലായല്ലോ. പെട്ടെന്ന് ആളുകളങ്ങ് വലിയ കൈയടിയും ഭയങ്കര. എന്നാലും വെള്ളാപ്പള്ളി സാർ 2 കോടി രൂപ ഓഫർ ചെയ്തിരിക്കുകയാണ്. ഉടനടി വൈകിട്ട് വിളിക്കും, സാറേ എപ്പോഴാണ് എന്നാന്ന് ചോദിക്കും. നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് പോവാ, വരുമ്പോൾ ആധാരം കൂടെ കൊണ്ടുവരാൻ പറയും. ഏതാ ഈ 5 ഏക്കർ മേടിച്ചതിൻ്റെ. അപ്പം തന്നെ ധനലക്ഷ്മി ഭയങ്കര പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വിളിച്ചൊക്കെ പറഞ്ഞ് കത്തും കൊടുത്ത് ഈ ആധാരം കൊണ്ട് അവിടെ വെച്ച് 2 കോടി എടുക്കും, ഇതിന് പലിശ അടയ്ക്കാൻ പറ്റത്തില്ല പറഞ്ഞു. മനസ്സിലായോ? ഇത് മുഴുവൻ കടം കയറിപ്പോയതാണ്. ഇവിടെ ബാങ്ക് കൊണ്ട് കോട്ടയം SNDP യൂണിയൻ എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. 6-7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും നിരവധി അനവധി ബസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നത്. ജിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാം പോയില്ലേ, എല്ലാം ബാങ്ക് കൊണ്ടുപോയി. പിന്നെ പാലായി ഞാൻ മാത്രം ലോൺ എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ കുറേ വ്യക്തികൾക്ക് കടം കൊടുക്കാനുള്ളൂ. ഞാൻ ഉൾപ്പെടെ കടം കൊടുത്ത്, അതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവരുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട ഗോകുലം ഗോപാലനാണ് ഇപ്പം ഞങ്ങളുടെ ചെയർമാൻ. കാരണം ഞാൻ അദ്ദേഹത്തിനെ ചെയർമാനാക്കിക്കൊണ്ട് അദ്ദേഹം എനിക്ക് എൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കി പണിത് അവിടെ പണി പൂർത്തീകരിച്ചു. പക്ഷേ അപ്പോൾ തകർക്കാൻ വേണ്ടി അവിടെ പിള്ളേരെ കിട്ടാതിരിക്കാനുള്ള പഠിച്ചുപണി 18 വെള്ളാപ്പള്ളിയും കൂട്ടുകയും ചെയ്തു. അവസാനമായപ്പോൾ 16 പിള്ളേരും 16 ജോലിക്കാരുമായി. എവിടുന്ന് പൈസ കൊടുക്കാനായിട്ടാണ് ഞാനും എഴുതി കൊടുത്ത് CC ചെയ്തു. യൂണിവേഴ്സിറ്റി ലെറ്റർ കൊടുത്ത് നമുക്ക് ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. തന്നെയല്ല, പൊതുവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം തകർന്നു പോയി. കാരണം ഏറ്റവും വലിയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ ശിവൻകുട്ടി സാറേ. മാതൃകാ പുരുഷനാണല്ലോ. കാരണം അദ്ദേഹം അറിയാലോ, നിയമസഭയിൽ കയറി വരവരെയുള്ള അണ്ടർവേർട്ടുണ്ട് നിയമസഭയുടെ മുകളിൽ കയറി അടിച്ചു പുള്ളി ആരുടെയൊക്കെ ചട്ടം പഠിപ്പിക്കുന്നത് കേട്ട് നിയമസഭയിൽ എങ്ങനെ പെരുമാറണമെന്നൊക്കെ. സത്യം പറയും, എന്തൊരു ലജ്ജാകരാണ്. ഈ പിണറായി സാറിൻ്റെ ഒരു കഷ്ടകാലം അല്ലേ. ഒരു ഒറ്റ റേഞ്ചുള്ള മന്ത്രിയെ കൂടെ ഉണ്ടായിരുന്നു. സത്യം VD സതീശൻ്റെ വാക്ക് അത്ര കറക്റ്റാണ്. ഒരു ഡസൻ മന്ത്രിമാർ തോക്കും, ചിലപ്പോൾ ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരെണ്ണം കൂടെ കൂടുതൽ തോറ്റു, 13 തോറ്റു. കാരണം അത്രയും. ഇപ്പം വീണ ജോർജ്, അവരൊക്കെ നമ്പർ 1 മന്ത്രിമാരാണ് തോറ്റുപോയത്. വീണ ജോർജ്,
എന്നതാ ലേഡി കാണിച്ചത്? കേരളത്തിലെ പൊതുസമൂഹത്തെ ആക്ഷേപിക്കല്ലേ? ധനമന്ത്രി കഷ്ടിച്ചാണ് കയറിപ്പോയത്. 100 ചില്ലാൻ ഔട്ടിന്. അല്ല, ഞാൻ പറഞ്ഞ എത്ര ലജ്ജാകരമാണെന്ന് നോക്കി. ആ ലേഡി എന്നെ അവിടെ കാണിച്ചത് ഒരു റെയിൽവേ സ്റ്റേഷൻ വെച്ച് വേണ്ട പിള്ളേർ ഇങ്ങനെ കൊടി കാണിച്ച ഉടനടി അതൊക്കെ എന്തോ അത് കള്ളക്കേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു മെസ്സേജ്, കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ്. അധികാരം ദുർവിനിയോഗം ചെയ്യലാണ്. പോലീസ് ഇസ് എ ടൂൾ. പോലീസ് ഒരു ടൂളായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതിന്റെ പരിണിത ഫലം അവർ അനുഭവിച്ചു. അപ്പോൾ തന്നെ ആ പിള്ളേരെ അവിടെ കൊടി കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിയിട്ട് രക്ഷാപ്രവർത്തനാണെന്ന് ഒരു രാജാവ്, ഒരു മുഖ്യമന്ത്രി പൊതുസമൂഹത്തോട് പ്രസ് മീറ്റിൽ വന്നിരുന്ന് പറയാന്ന് പറഞ്ഞാൽ അത്ര ബ്രൂട്ടലാണ്. അതാ ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളിയും പിണറായി എല്ലാം ഒറ്റ അച്ചുതണ്ടാന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ ഇന്നലെ ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിനകത്ത് കണ്ട് നമ്മുടെ കിറ്റക് സാബുവിൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് പിണറായി താമസിക്കുന്ന ഒരു ദിവസം 7 ലക്ഷം രൂപ, ഒരു പാരീസിൽ പോയപ്പോൾ ഒരു ദിവസത്തേക്ക് 7 ലക്ഷം രൂപ ഒരു മുറിയുടെ വാടക. അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു പിണറായി താമസിച്ചുകൊണ്ടിരുന്നത്. അത് ബി അശോകൻ്റെ ഇതിലും വെളിപ്പെടുത്തുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഇയാളുടെ പര്യടനത്തിനും ഇയാളുടെ ആർഭാടത്തിനും വേണ്ടി ചിലവാക്കിയത്. ഇനിയിപ്പോൾ 35 വണ്ടിയും ഫയർ എഞ്ചിനൊന്നും ഇല്ലാതെ നടന്നോളൂല്ലോ. ഇനി കഷ്ടം. ഇനി നിയമസഭയിൽ വന്നിട്ട് ആരെയൊക്കെ സാറെന്ന് വിളിക്കേണ്ടി വരുന്നൊരു അവസ്ഥ, അത് കേരള മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള മനസാക്ഷി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയുടെ ഒരു നിയമമാണല്ലോ സാറേ. നമ്മൾ എന്ത് ചെയ്താലും അതല്ലേ തിരിച്ചു കിട്ടുള്ളൂ. അതെ. പിന്നെ ഇതിനെല്ലാം മുകളിലൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം നിങ്ങളുടെ കൃഷ്ണൻ അവിടെയാണോ ഇരിക്കുന്നത്? അവിടെയാണോ കൃഷ്ണൻ ഗുരുവായൂർ പോയി കൈചൂട്ടി ചോദിച്ച ആളാ പിണറായി. പിണറായിയുടെ മകനും ഭാര്യയ്ക്കും എല്ലാം അവിടെ പോയി ഇപ്പം കൃഷ്ണൻ എവിടെയാണെന്ന് മകനോട് ചോദിച്ചാൽ കൃത്യം പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മളല്ലേ ഇതൊക്കെ ഒരു ഇപ്പം തന്നെ VN വാസവൻ ഞങ്ങളുടെ MLA ആണ്. ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് ദീർഘകാല ബന്ധമുള്ളതാണ്. അയാൾ ആദ്യം കോട്ടയത്ത് 174 നിസ്സാര വോട്ടിൽ തോറ്റു പോകുന്നുണ്ട് തിരുവഞ്ചൂരുമായിട്ട്. അന്ന് ഇദ്ദേഹത്തിനോട് നിലപാടെടുത്ത് ഉറച്ചതെന്ന് ഒരേ ഒരു യൂണിറ്റ് സെക്രട്ടറി ഞാനാണ്. ആ മനുഷ്യൻ എന്നെ കള്ളക്കേസ് കുടുക്കി ജയിലിൽ അടപ്പിച്ചു. എൻ്റെ പേര് 12 കേസ് അടുപ്പിച്ചു. എനിക്കൊട്ടും ചുക്കും ചെയ്യത്തില്ല, അത് വേറെ കാര്യം. ഞാനിതൊക്കെ ഒത്തിരി കണ്ടതാണ്. കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് ഞാൻ കേസിൽ പ്രതിയാന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് ഒരു പ്രാക്ടീസിങ് ലോയറാണ് ഞാൻ. എല്ലാ ദിവസവും ജില്ലാ കോടതി ഉൾപ്പെടെ പോകുന്ന എനിക്ക് കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് ഞാനൊരു പ്രതിയാണെന്ന് അറിയുന്നത്. ഞാൻ ഒളിവിലാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ചാർജിനകത്തെ. ഇപ്പോൾ VG വിനോദ് കുമാർ എന്നൊരു ഒരുത്തരിപ്പുണ്ട് നമ്മുടെ. ഇപ്പോൾ ഈ വനിതാ SIമാർക്ക് അശ്ലീല മെസ്സേജ് അയച്ചു വരുത്തില്ലേ, അവന്മാർ IPS കൊടുത്തത്. അവനാണ് ഇതെല്ലാം ചെയ്യിച്ചത്. അവനാണ് ഈ കള്ളക്കേസിൻ്റെ രാജാവാണ് കേരളത്തിലെ. അവനെടുത്ത ഈ വിനോദ് കുമാർ എടുത്ത വിജിലൻസ് കേസുകൾ ഒരെണ്ണം സത്യസന്ധമാണെന്ന് തെളിയിക്കട്ടെ. വിജിലൻസ് SP ആയിരുന്നപ്പോഴത്തേന് കോട്ടയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് DYSP CK ബാബു. ആ പാവം പിടിച്ചവൻ ഇവൻ്റെ കൂടെ DYSP ആയിരുന്നവനാ. അയാൾ പെൻഷൻ പറ്റിയപ്പോഴും അയാളുടെ LTC സാറിന് കൊടുക്കാതിരിക്കുകയും അയാളെ അങ്ങോട്ട് ഉപദ്രവിച്ച് നശിപ്പിച്ച് അവസാനം അവിടെ നിന്ന് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഒരു ലേഡി അവരെ പീഡിപ്പിച്ചതും അവരുടെ ഔദ്യോഗികൃതം തടസ്സപ്പെടുത്തുന്നുണ്ട്. കള്ളക്കേസ് എടുത്ത് ഞാൻ അവിടെ കേസ് വിസ്തരിച്ച് അയാൾ ഊരി കൊടുത്തത്. അപ്പം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പോലും കള്ളക്കേസ് കുടുക്കി അപമാനിക്കുന്ന അപകീർത്തിപ്പെടുത്തൊരു കാലഘട്ടമായിരുന്നു പിണറായിയുടെ കാലഘട്ടം. അതൊരു ഇരുണ്ട കാലഘട്ടമാണ്. ഇപ്പം സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി സത്യസന്ധനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ എടുത്ത ഈ കേസുകളിൽ കോടതി നിർദ്ദേശമുള്ള കേസുകളിൽ മര്യാദയ്ക്ക് ചാർജ് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? അതെ. ഇത്രയും വലിയ വർഗീയ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു, ഇത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശ്വസ്നേഹത്തിന്റെ വിലമതിക്കാനാവാത്ത മുദ്രാവാക്യം ഈ ലോകത്തിന് സമ്മാനിച്ച വിശ്വഗുരുവിന്റെ സംഘടനയാണ് SNDP യോഗം. അതിനകത്ത് കയറി നിന്നിട്ടാണ് ഇദ്ദേഹം ഈ തമ്മാടിത്തരം വിളിച്ചു പറയുന്നത്. ഈ മതേതര കേരളത്തിൽ ഇതൊരു ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദൻ ഒരു കാലത്ത് ഈ കേരളത്തെ വിശേഷിപ്പിച്ചത്. ഭ്രാന്താലയം. ആ ഭ്രാന്താലയത്തെ ഒരു ശാന്താലയമാക്കി അല്ലെങ്കിൽ ഒരു സ്നേഹാലയമാക്കി മാറ്റിയത് മഹാഗുരുവാണ്. ആ ഗുരുവിൻ്റെ സൃഷ്ടിച്ച സംഘടനയുടെ തലപ്പത്ത് കയറുന്നതാണ് ഈ വിഡ്ഢിതരെല്ലാം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഈ വർഗീയവാദിയായി കുഴപ്പക്കാരനെ കൂട്ടത്തിൽ കൂട്ടിയതല്ലേ പിണറായിയുടെ കഷ്ടകാലം. അതല്ലേ VD സതീശൻ്റെ ഐശ്വര്യമായി മാറിയത്. തന്നെ ഇതൊന്നും ഒരു അക്സെപ്റ്റൻസ് ഇല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇയാൾ ഈ ഇടത്തും വലത്തും 3-4 പേരെ തോക്കുവായിട്ട് എടുത്തിരിക്കുന്നത് എന്തിനാണ്? സമുദായങ്ങളെ പേടിയാണോ? സ്വന്തം സമുദായങ്ങളെയൊക്കെ പേടിയാണോ? പിണറായി നടക്കുന്ന പോലല്ലേ ഇയാൾ നടക്കുന്നേ. പിണറായിക്ക് നാട്ടുകാരെ പേടിയാണോ? സ്വന്തം ഇപ്പോൾ VD സതീശനൊക്കെ മുഖ്യമന്ത്രി ആകുമല്ലോ കേരളത്തിൽ, അല്ലെ ആരെങ്കിലും ആകുമല്ലോ UDF-നകത്ത് നിന്ന്. അവരിതുപോലെ 40 വണ്ടിയായിട്ട് നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരും കണ്ടിട്ടില്ല. ഈ നായനൊക്കെ നടന്നത് ഒരു അംബാസഡർ കാറിലാണ് നടന്നുകൊണ്ടിരുന്നത്. ബസ്സൊക്കെ കയറി പോകുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് NM ജോസഫ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, വനം മന്ത്രിയായിരുന്നു. പൂഞ്ഞാറിന് ജയിച്ചതാണ്. ഒരു കുടയും കഷത്തി വെച്ച് ബസ്സൊക്കെ കയറി പോകുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു നാടല്ലേ ഈ കേരളം. അതെ.
അപ്പം ഞാൻ പറഞ്ഞത് സത്യസന്ധതയില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടമാണ് കേരളത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഒരു നല്ല കാലം വരാൻ പോവുകയാണ്. അതിനാണല്ലോ സതീശൻ പേരിട്ടത് പുതുയുഗ യാത്ര എന്നൊക്കെ പറഞ്ഞത്. ഒരു പുതുയുഗം പിറക്കട്ടെ, ഇവിടെ ജസ്റ്റിസ് തുല്യമായി കിട്ടട്ടെ, എല്ലാവർക്കും നീതി കിട്ടണമെന്നേ. മഹാബലിയെ പോലെ ഭരിക്കണം എന്താണെങ്കിലും അല്ല. ഈ എനിക്ക് ഒരു അപേക്ഷയാണ്. മഹാബലി രാജ്യം ഭരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? മാവേലി നാട് വാനിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ, കള്ളമില്ല, ചതിയില്ല, കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മഹാബലി രാജ്യത്ത് അദ്ദേഹം ഭരിച്ചപ്പോൾ എല്ലാവർക്കും തുല്യനിധി, എല്ലാവർക്കും ഭൂമി ഒരുപോലെ കൊടുത്തു, ഉദ്യോഗം ഒരുപോലെ കൊടുത്തു, അധികാരം ഒരുപോലെ കൊടുത്തു. അങ്ങനെ ഒരു നല്ല കാലം കേരളത്തിൽ ഉണ്ടാവട്ടെ. ഒന്ന്, ഖലീഫ ഉമറിനെ പോലെ രാജ്യം ഭരിക്കട്ടെ. അത് കഥയറിയത്തില്ല. അതെന്തുകൊണ്ടാണ്? ഖലീഫ ഉമറാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ ഭരണ കൈമാറ്റം നടക്കുമ്പോൾ മഹാത്മാഗാന്ധി ഡൽഹിയിലില്ല. കാരണം ഈ വൈഫക്കേഷനോടൊക്കെ ചില അതൃപ്തിയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൽക്കട്ടയിലാണ്. അപ്പോൾ പത്രക്കാരെ ചെന്നു, ഇന്ന് രാജ്യം സ്വതന്ത്രമായി അധികാരം കൈമാറുകയാണ്, അങ്ങേക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഖലീഫ ഉമറിനെ പോലെ രാജ്യം ഭരിക്കട്ടെ. അതായത് ഖലീഫ ഉമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഖലീഫ ഉമറിൻ്റെ ഈ സക്കാത്ത്, ഈ മുസ്ലിം ലോയിലൊരു ഇതാണല്ലോ. അപ്പം സക്കാത്ത് കൊടുക്കുക, ഒരാളുടെ പ്രോഫിറ്റിൽ നിന്ന് ഇത്ര ശതമാനം ഇല്ലാത്തവർക്ക് കൊടുക്കണം. അതാണ് എല്ലാം. ഇപ്പം നബിയെ മുത്തുരത്നമേ എന്നാണ് ഗുരു വിശേഷിപ്പിച്ചത്. നബി തിരുമേനിയെ നബി മുത്തുരത്നമേ എന്ന് വിശേഷിപ്പിച്ച ഗുരുവിൻ്റെ സംഘടനയാണ് SNDP. അപ്പോൾ ഈ ഖലീഫ ഉമറിൻ്റെ രാജ്ഞിനെ ഭരിച്ചുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ രാജാവ് ഈ സക്കാത്ത് കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സാധനങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്നു, സ്വർണവും അതും എല്ലാം ഇങ്ങനെ മിച്ചം കിടക്കുന്നു. അപ്പോൾ ഖലീഫ ഉമർ എൻ്റെ ഈ സൂക്ഷിപ്പുകാരുടെ നടത്തിപ്പുകാരോട് വഴക്കുണ്ടാക്കി. എന്താ ഇതെല്ലാം വേസ്റ്റ് ആയിക്കളത്, എന്നെ എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇനി അങ്ങയുടെ രാജ്യത്ത് ആർക്കും വേണ്ടെന്ന്, ഇനി ഒരാൾക്ക് ഇതിന് ആവശ്യമുള്ളൂ, അതാരാന്ന് ചോദിച്ചു. അങ്ങാണെന്ന്. അങ്ങ് മാത്രമേ ഇവിടെ ദരിദ്രനുള്ളൂ. അതാണ് ഖലീഫ ഉമർ. അങ്ങനെ ഒരു ഭരണം നമ്മൾ പിണറായിയിൽ നിന്ന് കണ്ടിരുന്നോ? ഇല്ല, ഒരിക്കലും കണ്ടില്ല. അപ്പം അത് ഉണ്ടാവണം. പേപ്പറിലുണ്ടായിരുന്നു കേരളത്തിൽ ഇനി ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞ പേപ്പറിൽ അതെല്ലാം പെയ്ഡല്ലത്, പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതല്ലേ. അപ്പം ഏതെങ്കിലും ഒരു ചാനലിൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇതിനകത്ത് സംവിധായകരുണ്ട് നമ്മൾ പറയുന്നതിനകത്ത് ഇല്ല. മോഹൻലാലിനെ പോലൊരു മഹാനടനെ കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കാന്ന് പറഞ്ഞാൽ അതിന് സംവിധായകനെ വെച്ച് ഇൻ്റർവ്യൂ, അതിന് 12 ലക്ഷം രൂപ ചിലവെന്നാണ് BSO IAS പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തിയത്. ഈ നാണക്കേടല്ലേ ഇതൊക്കെ? വന്നിരുന്ന മോഹൻലാലിനോടും പുച്ഛം തോന്നിപ്പോവല്ലേ ഇതൊക്കെ? ഈ പേക്കൂത്തിനെ കൂട്ടു നിൽക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ദീനാനുകമ്പയുള്ള കരുണാമയനായ ഒരു പിണറായിയാണ് ആ സംവിധാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം പോയി പുള്ളി വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ തീർന്നില്ലേ? അതെ, ഒരു സംശയം ചോദിച്ചാൽ PR ടീമുകൾ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് മറ്റൊരു ഇമേജ് സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് കുളവാക്കുമായിരുന്നു. വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? കടക്ക് പുറത്ത് ഇതൊക്കെ പത്രക്കാരന് ഇവരുടെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇന്ന് തന്നെ വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടായിരുന്നു. കുറേ കീർവാണമൊക്കെ അടിച്ചാൽ അങ്ങനെ ഈനാണ് സതീശൻ മിടുക്കനാണ്, പ്രതിപക്ഷ നേതാവാണ്, രമേശ് ചെന്നിത്തല സീനിയറാണ്, പരിചയസമ്പന്നനാണ്, മറ്റേത് അതികായനാണ് KC വേണുഗോപാലിട്ട് വെക്കാവുന്ന പാരം മുഴുവൻ വെച്ചവനാണ്. അപ്പം ഇങ്ങോട്ടെങ്ങനെ അധികാരം പവർ വന്നെന്നറിഞ്ഞപ്പോൾ പിന്നെ ഇവൻ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഒരു പത്രപ്രവർത്തി ചോദിച്ചാൽ അങ്ങ് ഈ 98 സീറ്റ് UDF കിട്ടിയാൽ 100 സീറ്റ് രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഒരു നോട്ടം നോക്കി ചാടിയും കയറ്റി. വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ പലതും പറയുന്നു പറയാം. അതാണ് ഈ പിണറായിയും വെള്ളാപ്പള്ളിയൊന്നും ചോദ്യങ്ങൾ അങ്ങോട്ടില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് അന്നേരം ഇറങ്ങി സ്ഥലം വിടുക. ഒരു പത്രപ്രവർത്തനം ചോദിച്ചല്ലോ, പണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഒരു പയ്യനായിട്ട് ചോദിച്ചില്ലേ, ഈ 10 വർഷം അങ്ങ് ഈ പിണറായിയുടെ കൂടെ നടന്നിട്ട് ഈ കിട്ടിയില്ല എന്ത് മേടിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ അവന് ആകെ കടിച്ച് അവനെ കൊല്ലാൻ ഓർക്കാൻ കണ്ടില്ലേ? അതാണ് തീവ്രവാദി അല്ലേടാ അവരെ കൊല്ലാൻ തുടങ്ങി ദാക്ക് കടിച്ച് നിൽക്കുന്നൊരു അതിലൊരു ട്രോളത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതെത്ര കണ്ടാലും എത്ര കേട്ടാലും ഇവർക്കൊന്നും നാണമില്ല. അത് ആത്മാഭിമാനമുള്ളവർക്ക് നാണം ഉണ്ടാവുള്ളൂ. അതായത് ഒന്ന് ഈ കള്ള് കച്ചവടം, ഗുണ്ടായിസ് ഇതൊക്കെ കാണിക്കുന്നവർക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ എമ്പതി ഇല്ലാത്തവരാണ്. സിമ്പതി മാത്രം പോലുള്ളൂ, എമ്പതിയും കൂടെ വേണം. അതില്ലാത്ത ആളുകൾ ഇവരൊക്കെ. ഇപ്പം വേണ്ടി വന്ന് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി കള്ളിനകത്ത് കഞ്ചാവ് വിലക്കും. അത് മഹേഷിൻ്റെ ആത്മഹത്യാ കുറിപ്പിനകത്തുണ്ട്.
കള്ളിൽ കഞ്ചാവ് കലക്കുന്നു. എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് വരാൻ പോകുന്ന ഭരണകൂടത്തോട്. 36 കൊല്ലം വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ നിഴല് പോലെ നിന്ന് ഒരു ജീവിതം മുഴുവൻ ഉരുകി തീർന്ന അല്ലെ ജീവിച്ച് തീർത്ത ഒരു മനുഷ്യനാണ് കെ മഹേശൻ. കണിച്ചുകുളങ്ങര SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു. മൈക്രോ ഫൈനാൻസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. അദ്ദേഹത്തെ ഉപദ്രവിച്ച് അവസാനം അദ്ദേഹം സ്വന്തം ഹെഡ് ക്വാർട്ടറിനുള്ളിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. ആ കെട്ടിത്തൂങ്ങി മരിക്കുമ്പോൾ 10-24 പേജ് 32 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. ഈ കേരളത്തിൽ നിന്ന് വെള്ളാപ്പള്ളി മുഴുവൻ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റുമാരെയും വിലക്കി അവിടെ പോകാൻ പറ്റത്തില്ല. ഞാൻ പോയി. എന്നോടുള്ള ഒരു വിരോധം അതാണ്. എനിക്കാരെയും പേടിയൊന്നുമില്ല. കാരണം നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം എനിക്ക് നിൽക്കും. നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ ആ സങ്കടത്തിൽ ഞാൻ പങ്കുചേരും. നിങ്ങളുടെ സന്തോഷം വന്നാലും ഞാൻ നിങ്ങളെ സന്തോഷത്തിൽ പങ്കുചേരും. അതെൻ്റെ പേഴ്സണൽ കാര്യമാണല്ലോ. വക്കീലിവിടെ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നൊക്കെ പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞതാ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഒരേ ഒരു SNDP യൂണിയൻ്റെ സെക്രട്ടറി ഇരിക്കുന്നത് ഞാൻ മാത്രമാണ്. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് എന്ത് ചെയ്തു പിണറായി? ഒരു ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചിട്ട് പഴയ IPC പ്രകാരം 306 ആണ് അബേറ്റ്മെൻറ്റ് ഓഫ് സൂയിസൈഡ്. 10 വർഷം 12 വർഷം ജീവന് പറയുന്ന തടവ് വരെ കിട്ടാവുന്ന വകുപ്പാണത്. ഒരാൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. 100,000 പ്രശ്നങ്ങൾ. എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ആ പാട്ടിൽ നമ്മളോ വല്ലവരുടെ ആയിരുന്നെങ്കിലോ എത്ര നാൾ ജയിലിൽ കിടക്കട്ടെ ഒന്നാണ്. ഈ ടിസ്റ്റ് തിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി കണ്ഠര രാജീവരനെ വരെ പിടിച്ച് പിണറായി അകത്താക്കേണ്ടത് ഈ വാസവൻ ഉൾപ്പെടെയുള്ളവനല്ലേ. അതെ. മനഃപൂർവ്വം അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കണ്ടോ 90 ദിവസത്തേക്ക് ചാർജ് കൊടുക്കാതെ വലിച്ചോണ്ട് പോയോണ്ടോ? എന്തെങ്കിലും അന്വേഷണം നടന്നോ? ഇല്ല, നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട UDFൻ്റെ വരാൻ പോകുന്ന ഭരണകൂടത്തിലുള്ള എൻ്റെ ശുപാർശ കെ മഹേശൻ്റെ ആത്മഹത്യ സത്യസന്ധമായി അന്വേഷിച്ച് ആ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കണം. വേണ്ട, എൻ്റെ ഡിമാൻഡ് ശരിയാണോ? വേണം. പിണറായിയിൽ നിന്നത് കിട്ടിയില്ല. ഒരു മനുഷ്യ ജീവനാണ് പൊലിഞ്ഞു പോയത്. അപ്പോൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇയാൾ കള്ളിൽ കഞ്ചാവ് കലക്കുന്നതും കണിച്ചുകുളങ്ങര അമ്മയുടെ സ്വർണം കടത്തി കൊണ്ടുപോകുന്നതും നോട്ട് കെട്ടി ചാക്കിനകത്ത് കെട്ടി മതിൽ ചാടിപ്പോയി ഈ അന്വേഷണത്തിന് ആൾ വന്നപ്പോഴത്തേന്. അങ്ങനെ 100 കണക്കിന് ഇയാളുടെ തട്ടിപ്പും വെട്ടിപ്പും ഇതെല്ലാം എഴുതി വെച്ചിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കാൻ മേലാതെ. ഇത് കേരളത്തിലുള്ള മുഴുവൻ യൂണിയൻ സെക്രട്ടറിമാർക്കും വേണ്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ട് എഴുതി വെക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി പീഡനം സഹിച്ചവരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഇയാൾ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു യൂണിയനിൽ 5 വർഷം 6 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും അവസാനം കേരളത്തിലെ ഏറ്റവും വലിയ യൂണിയൻ കോട്ടയം SNDP യൂണിയനാണ്. 106 ശാഖകളുള്ള ഏറ്റവും വലിയ യൂണിയനാണ്. ഗുരുവിൻ്റെ പല പ്രധാനപ്പെട്ട സംഗതികളും നടപ്പിലായത്. ഒരുപാട് SNDPO വാർഷിക ഉദ്യോഗങ്ങൾ നടന്ന സ്ഥലം, ശിവ തീർത്ഥാടന അനുവാദം നൽകിയ സ്ഥലം, ശാഖായോഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത സ്ഥലം, ഈ ബ്രാഞ്ചസ് ഉണ്ടായപ്പോഴേ സർട്ടിഫിക്കറ്റ് ഗുരു കൊടുത്തതൊക്കെ എല്ലാം കോട്ടയം നാഗമ്പടത്ത് വെച്ചാണ്. ആ കോട്ടയം SNDP യൂണിയൻ അവസാനം വെള്ളാപ്പള്ളി കൈക്കലാക്കി. അവിടുത്തെ എല്ലാത്തിനും പിരിച്ചുവിട്ട് മകനെ ചെയർമാനാക്കി. പുള്ളി കമ്മിറ്റിക്കാരനാണ്. പിന്നെ ചങ്ങനാശ്ശേരിക്കാരൻ ഒരാൾ കൺവീനറാണ്. ചേർത്തലക്കാരൻ ഒരാൾ ജോയിൻറ്റ് കൺവീനറാണ്. പന്തളത്തുള്ള ഒരാൾ അവിടുത്തെ വൈസ് ചെയർമാനാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എൻ്റെ യൂണിയൻ പാലാ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററാണ്. തൊടുപുഴ SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ യൂണിയനിലെ ഇലക്ഷൻ നടന്നിട്ട് ഒരു 10-15 വർഷമായിട്ടുണ്ടാവും. എല്ലാ യൂണിയനുകൾക്കും ഒറ്റൊരാൾ മാത്രം. എല്ലാം സാറ് തീരുമാനിക്കും. സാറിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിവിടെ എനിക്ക് നോട്ടീസ് വന്നായിരുന്നു. ഷോക്ക് ഹൗസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എക്സ്പ്ലനേഷൻ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മഹാകവി കുമാരനാശാൻ്റെ കസേരയിലിരിക്കുന്നത്, നിങ്ങളുടെ തെറ്റിനെയും ഞാൻ ചൂണ്ടിക്കാണിക്കും പറഞ്ഞു. ഞാനൊരു 8 പേജിൽ ഞാനൊരു മറുപടിയും കൊടുത്തു, ഓരോ എണ്ണി പറഞ്ഞുകൊണ്ട്. കാരണം ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ട ഈ രാജ്യത്ത്. അതെ, നമ്മളെല്ലാം ഇങ്ങനെ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ? ഇതിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇതൊക്കെ സത്യം ഇത് പൊതുസമൂഹം കണ്ട് കളിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. ശരിക്കും നിലവാരം കുറഞ്ഞു പോയില്ലേ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്? ശരിയല്ലേ? അതിനെ പിന്തുണയ്ക്കുന്ന ജനലക്ഷം ആളുകളുണ്ട്. അവരെല്ലാം ലക്ഷമൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. ഇത് ഈ ഓഫീസ് ബെയറേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ കസര കാണത്തില്ലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന തന്നെ. അധികാരവും വണ്ടിയും ഡ്രൈവറും ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക നടക്കുക.
അല്ലേ? അതെ, സംവിധാനങ്ങൾ കൂടെ ഉണ്ടാവും, സംവിധാനമൊക്കെ ഉണ്ട്, അങ്ങനെ നടക്കുക. ഇപ്പം എൻ്റെ കൂടെ പാലായിൽ എൻ്റെ ഏറ്റവും ഡിയർ ആൻഡ് നിയർ ആയിട്ട് നിന്നവരെ അവിടെ ഒരു പണിയും നടന്നില്ലായിരുന്നു പാലായിൽ. അവസാനം എൻ്റെ കൂടെ നിന്നവർ പിടിച്ചെടുത്ത് പണം കൊടുത്തും വണ്ടി കൊടുത്തും. ഒരു വണ്ടി മേടിച്ചു കൊടുക്കാൻ 3-4 ലക്ഷം രൂപയിൽ ഒരു ബൊലേറ മേടിച്ചു കൊടുത്താൽ പോരെ. വണ്ടി കൊടുത്തും കാശ് കൊടുത്തും കൂടെ നിന്നവർ പിടിച്ചെടുത്ത് അവരെയൊക്കെ ചെയർമാനും വൈസ് ചെയർമാനും കൺവീനറും ഒക്കെ ആക്കി. ടാർഗറ്റ് ചെയ്യാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ആളുകളിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈഴവ സമുദായത്തിൽ മനസ്സിലാക്കിയത്, പണം കിട്ടിയാൽ മറിയുന്ന ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. പൈസ കിട്ടിയാൽ മതി. ഇപ്പം എൻ്റെയൊക്കെ പാലയിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഞങ്ങൾ കൂടെ ചേർത്തവരൊക്കെ പഠിച്ച എല്ലാം പഠനമാണല്ലോ. അത് വെള്ളാപ്പള്ളിക്ക് അറിയാം. കാരണം ഈ കള്ള് കച്ചവടക്കാരൻ കച്ചവടക്കാരനാകുമ്പം കൈക്കൂലി കൊടുത്തും ആളുകളെ വീഴ്ച നല്ല പരിചയമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ഹീസ് എ ബിസിനസ് മാൻ. ഈ സമുദായത്തെ കച്ചവടം ചെയ്യുന്നു. അതുകൊണ്ട് പിണറായി സാറിൻ്റെ കഷ്ടകാലം ഇപ്പം തന്നെ കണ്ടല്ലോ. അയ്യപ്പ സംഗമം നടത്തി അന്ന് തുടങ്ങി ഈ ഡിക്ലൈൻ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? നമ്മൾ 2 മാസം 1.5 മാസം നടത്തിയ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യമായില്ലേ? തീർച്ചയായിട്ടും. ഒരു കാരണവശാലും ഇനി ഭരണം ഉണ്ടാകത്തില്ലെന്നും വാസവൻ ഒരു കാരണവശാലും ജയിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ഈഴവർ ഇതൊക്കെ നമ്മളെപ്പോലുള്ളവർ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഈഴവരില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ബുദ്ധിയുള്ളവരൊക്കെ കുറേ പേര് ചിന്തിക്കുമായിരിക്കും. BDJS ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ BDJS ആയിരുന്നു സ്ഥാനാർത്ഥി. 29,500 ചുലാൻ വോട്ട് പിടിച്ചായിരുന്നു. ആ പാട്ടിൽ പിറ്റേ വർഷം വാസവം നിന്നപ്പം BDJS സീറ്റും വേണ്ട, ടിക്കറ്റും വേണ്ട. മനസ്സിലായോ? ഞാനിതാണ് നിങ്ങളുടെ കഴിഞ്ഞ 1.5 മാസം നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇതാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡീലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഡീല്. ആ ഡീലിൽ അന്ന് രക്ഷപ്പെട്ടു. 21-ൽ 26-ൽ ഡീല് പൊളിച്ചു. വെള്ളാപ്പള്ളി പഠിച്ച പണി 18 നോക്കി ഏറ്റുമാനൂർ വാസവനെ ജയിപ്പിക്കാൻ. പക്ഷെ അവിടുത്തെ ഈഴവ സമുദായം ശരിയുടെ പക്ഷത്ത് നിൽക്കുള്ളൂ. ഇതൊരു പൾസാണ്. കേരളത്തിൻ്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ മൊത്തം മജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണ്, തർക്കമില്ല. അതിനകത്തൊരു 70% ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത് ആർക്കാ? UDF-നാണ്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്താണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളാണ്. ശരിയാണോ? അതെ, തീർച്ചയായിട്ടും. ഈ ബാക്ക് ബോൺ ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ കൈവിട്ടുന്നതിൻ്റെ അർത്ഥം അതെന്താണ്? എൻ്റെ കാരണം ഈ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മൈൻഡ് ഓഫ് ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ മനസ്സാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് ഒരു സ്ഥലത്തെ വിഷയമല്ല. അതെ, കേരളം മുഴുവൻ ആ വേവ് അടിച്ചു, ആ തരംഗം അടിച്ചു. ആ തരംഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം വെള്ളാപ്പള്ളി തെരുതെരാന്ന് സതീശൻ VD സതീശനെ ആക്രമിക്കുകയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയും സതീശൻ അതനുസരിച്ച് ഒരു വാക്ക് പോലും തിരിച്ചു പറയാതിരിക്കുകയും മറിച്ച് മതേതരത്വം ചെയ്ത് കാത്തു സൂക്ഷിക്കും. ആര് പറഞ്ഞാലും മാറത്തില്ല. ഇത് മതേതര കേരളമാണ്. എത്ര തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടാലും നിലപാടിൽ നിന്ന് മാറ്റമില്ല. അപ്പം നിലപാടുകളുടെ രാജകുമാരനാണ് VD സതീശൻ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എനിക്കിപ്പം UDF-ൻ്റെ അകത്തോ കോൺഗ്രസിൻ്റെ അകത്തോ അഭിപ്രായം പറയേണ്ട ഞാൻ അതിന് യോഗ്യനും, എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ ഒരു ജനങ്ങളുടെ മാൻഡേറ്റ്, ജനഹിതം, അത് ഒരു സർവേ നടത്തിയാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മനസ്സറിഞ്ഞാൽ ഒരു 80% ആളുകളും VD സതീശനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പം ഇന്നും പ്രതിപക്ഷ നേതാവ് മിടുക്കനാന്നൊക്കെ പറഞ്ഞെങ്കിലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വെള്ളാപ്പള്ളി സമ്മതിക്കുകയില്ല, സുകുമാരൻ നായർ സമ്മതിക്കുകയില്ല. ഈ 2 പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റെ വിഷയം. അന്ന് ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഇവന്മാരൊക്കെ പറഞ്ഞ് ആരും വോട്ട് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു? അതെ, പറഞ്ഞത്. എൻ്റെ ഫസ്റ്റ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നത് ഇവന്മാരൊക്കെ പറഞ്ഞ് ആരെങ്കിലും വോട്ട് ചെയ്യും? ഒരുത്തരും ചെയ്യത്തില്ല. സുകുമാരൻ നായർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓരോ ഇതുമായിട്ട്. ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന ഈ വടിയും പിടിച്ച് ഇതിങ്ങനെയൊക്കെ അഭിപ്രായം ചോദിക്കാൻ പോലെ ഇതിനെയൊക്കെ ചുമ്മാ വെറുതെ ആളാക്കി ഇതൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇതില്ലെങ്കിൽ മേല ഇപ്പം തന്നെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അന്നേരം ഏറ്റുപോകും. ഇവിടെ മാധ്യമങ്ങളാണ് ഇതെല്ലാം നിശ്ചയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളിക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഈ മാധ്യമങ്ങളുടെ അടുത്ത് പോയി നിൽക്കുന്നത്? ഇയാളിൽ നിക്ഷിപ്തമായ അയാൾ ചെയ്യേണ്ട ജോലി, അയാളുടെ കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റിംഗ് ആണ്.
സമുദായത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് പോയി ഈ രാഷ്ട്രീയം ചോദിക്കേണ്ട എന്ത് കാര്യം? കേരളത്തിൽ ആരെങ്കിലും ഭരിക്കട്ടെ, അത് നിശ്ചയിക്കാൻ വെള്ളാപ്പള്ളിക്ക് അധികാരം ഇല്ലല്ലോ. ഇതേ വേറെ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. സമുദായത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞങ്ങളെപ്പോഴും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സമരം നടത്തിയിട്ടുള്ളവർ SNDP യോഗത്തിന് വേണ്ടി. ഞാൻ ആദ്യം ശാഖയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വഴി സൈഡിൽ കിടന്ന് നമ്മുടെ ആളുകളെയൊക്കെ ഇറക്കി വിടാൻ തുടങ്ങി. ഞാൻ സമരമായിട്ട് ഇറങ്ങി. ഭയങ്കര സമരം, തുടർച്ചയായ സമരം. അന്ന് TK രാമകൃഷ്ണനുള്ള സമയത്താണ് മന്ത്രി. വഴി നടക്കാൻ മാറുകയില്ലാത്തവൻ വഴി നടക്കാൻ അവകാശം കിട്ടിയപ്പോൾ വഴി വികസനത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ വീട് പൊളിക്കുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത അവസാനം ഞാൻ വീടും മേടിച്ച് കൊടുത്ത് ഭൂമിയും മേടിച്ച് കൊടുത്താണ് ആ വിഷയം സെറ്റിൽ ചെയ്തത്. അപ്പം എൻ്റെ യൂണിയൻ്റെ അതിർത്തിയിൽ ഒരു ഈഴവൻ ശാന്തിക്കാരനായിട്ട് വന്നു. എന്നിൽ നിക്ഷിപ്തമാണ് അതൊക്കെ. ഒരു ഈഴവൻ ശാന്തിക്കാരനായിട്ട് വരുന്നു ഒരു ക്ഷേത്രത്തിൽ, പയപ്പാർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, സുമോദ് ശാന്തി. ഈഴവനെന്ന് പറഞ്ഞപ്പോഴും ഇവന് ഓടിച്ച് അവിടെയുള്ള ആളുകളെല്ലാം കൂടി ഇറങ്ങി പോടാൻ കൊണ്ട് ഓടി. ഇവൻ അഭയം തേടിയത് എൻ്റെ അടുത്താണ്, മീനിച്ചിൽ SNDP യൂണിയൻ ഓഫീസ്. മീനിച്ചിൽ SNDP യൂണിയൻ്റെ അതിർത്തിയിലുള്ളതാണ് ഈ പയപ്പാർ അമ്പലം. കേട്ടപ്പോൾ വളരെ സീരിയസ് ആയ ഇഷ്യൂ ആണ്. അപ്പം തന്നെ ഞാൻ പത്രസമ്മേളനം വിളിച്ചു, ഞാൻ ഇടപെട്ടു. അന്ന് G. സുധാകരനാണ് ദേവസ്വം മന്ത്രി. ഇന്നത്തെ അമ്പലപ്പുഴ ജയിച്ച G. സുധാകരൻ സാറാണെന്ന് ദേവസ്വം മന്ത്രി. നമ്മൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പിറ്റേ ദിവസം വൈകുന്നേരം 6 മണിക്ക് പയപ്പാറ അമ്പലം ഞങ്ങൾ വളയുമെന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് ആളെ ഇറക്കി. ഭയങ്കരം. ഞാൻ പറഞ്ഞു, ഈ ഈഴവ സമുദായത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ ഈഴവൻ്റെ മുമ്പിൽ കൊട്ടിയടച്ച ശ്രീകോവിൽ അവൻ്റെ കൈകൊണ്ട് തുറപ്പിച്ച് അവനെക്കൊണ്ട് നേദ്യം ഉണ്ടാക്കിച്ച് വാരി കുടിപ്പിക്കുന്നതെന്ന് ഞാൻ പ്രഖ്യാപിച്ചോട് വെച്ചു. അല്ല അടങ്ങിയെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ്റെ അവിടെ ഓടിച്ചത് മാത്രമല്ല, ഇയാളെ കൈപ്പട ഗ്രൂപ്പിലേക്ക് ട്രാൻസ്ഫറും ചെയ്തു. പക്ഷേ മന്ത്രി ഇടപെട്ടു. പിറ്റേ ദിവസം പത്രങ്ങളിലത് വലിയ വാർത്തയായി. കേരളമോദി പത്രം എഡിറ്റോറിയൽ വരെ എഴുതിയതിനകത്ത്. പിറ്റേ ദിവസം അയാളെ തിരിച്ചവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അയാളെ കൊണ്ട് നേദ്യം ഉണ്ടാക്കിച്ച് വാരി കുടിപ്പിച്ചു. അതിനുള്ള സമരം ചെയ്തവരാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. വിപ്ലവകരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി ഏത് സമരമാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സർക്കുലർ അയച്ചതിൻ്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ പേര് കേസെടുക്കാൻ പറയുന്നു. ഭയന്ന് വിറച്ച ഒരു യൂണിയൻ സെക്രട്ടറി ആയിരിക്കുന്ന ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു, അഭയം തേടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നെ സഹായിക്കാൻ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. നീ നിൻ്റെ കാര്യം നോക്കിക്കോണം, ഞാൻ എൻ്റെ കാര്യം നോക്കുമെന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി സാർ. ഒരു പഞ്ചായത്ത് മെമ്പറെ അദ്ദേഹത്തിന് ഇത്ര നാൾ കൊണ്ടും കേരളത്തിൽ എവിടെയെങ്കിലും ഈഴവ സമുദായത്തിനും വേണ്ടി അല്ല ഒരു MLA അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കളൊന്ന് അന്വേഷിച്ചിട്ട് വരുമ്പോൾ ഒരു MLA ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ട് ഒരാളെ നിർത്തി ജയിപ്പിച്ചു എന്ന് പറയണം. അദ്ദേഹത്തിൻ്റെ BDJS പോട്ടെ, സ്വന്തം BDJSനകത്ത് ആരും ഇല്ലാതെ പോയി. അത് പിന്നെ അമ്മയും മകനും ഏതാനും ചില കുഞ്ഞു പേര് ഒരു പെട്ടിലാമ്പട്ടറായി കയറാനുള്ള ആൾക്കാരുമായിട്ട് അവർ നടക്കുവാണ്. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ നടക്കുന്നു. ഇപ്പുറത്തൂടെ അപ്പൻ ഇത് പറയുന്നു, പിണറായി വരും എന്ന് പറയുന്നത്. ഏതാ ശരി? ഞാൻ പറഞ്ഞു, ഇവനെയൊക്കെ ചുമന്ന് നടക്കുന്ന BJPക്കാർ ഓടിക്കണമെന്ന് ഞാൻ പറയുന്നത്. BJPക്കാർക്ക് ഒരു അല്പം ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ അവരവരുടെ നിലപാട് കാണിക്കേണ്ടവർ. ഇവരെ കൂട്ടുന്നാണ് ഈ BJP പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാനിത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. എനിക്കുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമുദായത്തിൽ എനിക്ക് ഇപ്പം ഐ എം ഗോയിങ് ടു എന്താണ്, നമ്മൾ 10 വയസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, മധ്യവയസ്കനാണ്. ഈ മധ്യവയസ്കനായി ഞാൻ 10-30 വർഷം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന ഈ മഹത്തായ സംഘടനയെ നെഞ്ചിലേറ്റി ജീവിക്കുക, അതിനകത്ത് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുകയും ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്നെപ്പോലെ ഒരുപാട് യൂണിയൻ സെക്രട്ടറിമാരുണ്ട്. എന്താണെങ്കിലും ചർച്ചകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. കാരണം അടുത്ത മുഖ്യമന്ത്രി വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. മുഖ്യമന്ത്രി വരട്ടെ. അപ്പം ഞാനിപ്പം ഒരു VD സതീശൻ പക്ഷക്കാരനോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷേ എൻ്റെ ഒരു UDF ജനങ്ങളുടെ മനസ്സ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചാൽ സതീശൻ തന്നെ വരുന്നതായിരിക്കും കേരളത്തിന് ഉത്തമം, SNDP യോഗത്തിനും ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ശരി.